ഹായ് കൂട്ടുകാരെ, ആദാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തു അല്ലേ? ആ പ്രവർത്തനങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ? देखिए, ആദ്യ പ്രവർത്തനമുണ്ടായിരുന്നത് ഗാവോ ഗ്രാമത്തെക്കുറിച്ച് പദസൂര്യൻ തയ്യാറാക്കാനായിരുന്നു. സ്കൂൾ, ഖേത്ത് ഇവ രണ്ടും ആദ്യമേ പാഠപുസ്തകത്തിലെ പ്രവർത്തനത്തിൽ തന്നിരുന്നു. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ, ബാക്കി പൂർത്തിയാക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പേട് പൗധേ മരങ്ങളും ചെടികളും, നദി പുഴ, ബാവ് തോട്ടം, കിസാൻ കർഷകൻ. ഇതുപോലെ ഒരുപാട് പദങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. തുടർന്നുള്ള പ്രവർത്തനം തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതാനായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ. മേരെ ഗാവോं का नाम കൂമങ്കാവ് ഹെ. കൂമങ്കാവ് ഒരു ഗ്രാമത്തിൻ്റെ പേരായിട്ട് എഴുതിയതാണ്. മേരെ ഗാവോ ബഹുത് ഖൂബസൂറത്ത് ഹെ. मेरे गाँव में स्कूल है. मेरे गाँव में हरे भरे खेत है. खेत में खेती बाड़ी है. അടുത്ത പ്രവർത്തനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത് 3 കോളങ്ങൾ തന്നിരുന്നു. ആദ്യത്തിൽ കുറച്ച് മൃഗങ്ങളുടെ ചിത്രം തന്നു. രണ്ടാം കോളത്തിൽ അവയുടെ ശബ്ദവും തന്നു. മൂന്നാം കോളത്തിൽ കർത്താ ഹെ അല്ലെങ്കിൽ കർത്തി ഹെ. ഈ 3 കോളത്തിലും ഉള്ളവയെ ചേർത്ത് വാചകങ്ങൾ നിർമ്മിക്കാനായിരുന്നു പ്രവർത്തനമുണ്ടായിരുന്നത്. ചെയ്തതൊന്ന് ശ്രദ്ധിക്കൂ. ഗായേ അംബ 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 കർത്തി ഹെ. ബില്ലി മ്യാവു മ്യാവു കർത്തി ഹെ. മേണ്ടക് ठर 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 करता है. बकरी मैं मैं करती है. कुत्ता भाऊ 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 करता है. ഓക്കെ, എല്ലാ കുട്ടികളും നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. देखिए, हाँ देखा है. ഇഷ്ടമായി അല്ലേ? ഇഷ്ടമായോ? കിസ്കി തസ്വീർ ഹെ. ഏതിൻ്റെ ചിത്ര? ഓ, എല്ലാവർക്കും നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട് അല്ലേ? ഏതിൻ്റെ ചിത്രം? ഹാ, ഫൽ. ഒരുപാട് പഴങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയുണ്ട്? ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴം? പസന്ദീദ ഫൽ കോൻസാ ഹെ? ഏതാ ഇഷ്ടം? ഏത്? മാങ്ങയോ? മാങ്ങക്ക് എന്ത് ഉറുദു പറയാ? ആം. നിങ്ങൾക്കറിയും ആം. പിന്നെ ഏതൊക്കെയുണ്ട്? ആപ്പിളുണ്ട്. ആപ്പിളിനോ? സേബ്. അതും അറിയും നിങ്ങൾക്ക് അല്ലേ? പഴമുണ്ട്, വാഴപ്പഴം. കേല. എന്താ പറയുക? കേല. അതും ഇഷ്ടമാണ് അല്ലേ? അതും ഇഷ്ടമാണ്. പിന്നെ മുന്തിരിയുണ്ട്. മുന്തിരിക്ക് എന്ത് പറയും? അങ്കൂർ. എന്താ പറയുക? അങ്കൂർ. പൈനാപ്പിളിനോ? അനന്നാസ്. റുമ്മാൻ എന്താ ഉറുദു പറയാന്നറിയോ? അനാർ. എന്താ പറയുക? അനാർ. എല്ലാം ഇഷ്ടമുള്ള പഴങ്ങളാണ് അല്ലേ? അമ്രൂദ് എന്ന് പറഞ്ഞാൽ അമ്രൂദ് പേരക്ക. എന്താ പറയുക? പേരക്ക. തെർബൂസ്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. തെർബൂസ്. തണ്ണിമത്തൻ, ബത്തക്ക അല്ലേ? ഇനി കട്ട്ഹൽ. അറിയാവുന്ന ഒന്നാണ് കട്ട്ഹൽ. ചക്ക. ചക്ക. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഏത് പഴങ്ങളൊക്കെ പറഞ്ഞു? ആം, മാങ്ങ, സേബ്, ആപ്പിൾ, കേല, വാഴപ്പഴം, അങ്കൂർ, മുന്തിരി, അനന്നാസ്, പൈനാപ്പിൾ, അനാർ, റുമ്മാമ്പഴം, അമ്രൂദ്, പേരക്ക, തർബൂസ്, തണ്ണിമത്തൻ,
കട്ട്ഹൽ ചക്ക അല്ലേ? ഒരുപാട് പഴങ്ങൾ, ഇഷ്ടമുള്ള കുറേ പഴങ്ങൾ നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഏതിൻ്റെ ചിത്ര? ഏതിൻ്റെ ചിത്ര? പച്ചക്കറിയുടെ ചിത്രമാണ് അല്ലേ? പച്ചക്കറിക്ക് എന്താ ഉറുദു പറയാ? തർക്കാരി. എന്താ പറയാ? തർക്കാരി. സബ്സി എന്നും പറയാറുണ്ട്, തർക്കാരി. ഓക്കെ, ഏതൊക്കെ പച്ചക്കറികളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഇഷ്ടമുള്ള പച്ചക്കറി ഏതാ ഉള്ളത് നിങ്ങൾക്ക്? ഏതാ? പറഞ്ഞു നോക്കൂ. തക്കാളി. തക്കാളി കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? തക്കാളിക്ക് എന്താ ഉറുദു പറയാന്നറിയോ? പറഞ്ഞു നോക്കൂ. എന്ത്? ടമാട്ടർ. എന്താ പറയാ? ടമാട്ടർ. കദ്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മത്തൻ. ആലു കേട്ടിട്ടുണ്ടോ? ആലു. കിഴങ്ങ്. ആലു, കിഴങ്ങ്. മിർച്ച്, പച്ചമുളക് അല്ലേ? മുളകിനാണ് മിർച്ച് എന്ന് പറയാ. കരേല, കൈപ്പക്ക. കക്കടി. കക്കടി, കക്കരി. ബേങ്കൺ, വഴുതന. ഓക്കെ, ഒരുപാട് പച്ചക്കറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഉറുദു വാക്കും ഉറുദു പേരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞാലോ? ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ടമാട്ടർ തക്കാളി, കദ്ദു മത്തൻ, ആലു കിഴങ്ങ്, ഗാജർ കാരറ്റ്, മിർച്ച് മുളക്, കരേല കൈപ്പക്ക, കക്കടി കക്കരി, ബേങ്കൺ വഴുതന. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കുറേ പേരുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചാലോ? ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? ഉത്തരം നിങ്ങൾ പറയോ? പറയും? ഓക്കെ, देखिए सवाल देखिए. मैं फलों का राजा हूँ. എങ്ങനെ? मैं फलों का राजा हूँ. എന്താ അർത്ഥറിയില്ലേ? അർത്ഥറിയില്ലേ? ഞാൻ പഴങ്ങളുടെ രാജാവാണ്. ഏതാ? പറഞ്ഞു കഴിഞ്ഞു. ശബാസ്. മാങ്ങയാണല്ലേ? റെഡി. ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ദൂസര സവാൽ. आप लोग तैयार है ना? ജി റെഡി. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, मैं एक तरकारी हूँ. എന്ത്? मैं एक तरकारी हूँ. मेरा रंग पीला है. ഞാനൊരു പച്ചക്കറിയാകുന്നു. മേരാ രംഗ് പീല ഹേ. എൻ്റെ നിറം പീലയാണ്, മഞ്ഞയാണ്. ഏതായിരിക്കും? തർക്കാരി. ജൽദി സേ ബത്തായിയേ. ആലു. പറഞ്ഞു കഴിഞ്ഞു. ആലു കിഴങ്ങിലെ ആലു. റെഡി. എന്ത് ഉഷാറുള്ള മക്കള്. ഇനി അടുത്ത ചോദ്യം ഒന്ന് ഞാൻ ചോദിക്കട്ടെ? റെഡി? റെഡി. മേ ഏക്ക് പൽ ഹൂ. വീണ്ടും പറയുന്നു. മേ ഏക്ക് പൽ ഹൂ. മേരാ രംഗ് ലാൽ ഹേ. ഞാനൊരു പഴമാകുന്നു. മേരാ രംഗ് ലാൽ ഹേ. പറഞ്ഞു നോക്കൂ. പറഞ്ഞോളൂ. ഏതാണ്? സേബ്. ആരോ വേറൊന്ന് പറഞ്ഞല്ലോ. അനാർ. അതും പറയാം അല്ലേ? സേബ് എന്നും പറയാം, അനാർ അതൊക്കെ പറയാം. അടുത്ത ചോദ്യം. റെഡി അല്ലേ? तैयार है ना? जी देखिए. रेडी. मैं एक तरकारी हूँ. मैं एक तरकारी हूँ. तरकारी आगुनु. मुझसे सब्जी बनती है. मुझसे सब्जी बनती है. സബ്സി എന്ന് പറഞ്ഞാൽ കറി. എന്നെ കൊണ്ട് കറി ഉണ്ടാക്കുന്നു, കറി വെക്കുന്നു. ഏതാ? ഏതെങ്കിലും ഒരു പച്ചക്കറി പറഞ്ഞോളൂ. എല്ലാം റെഡി. പറഞ്ഞോളൂ. ടമാട്ടർ അല്ലെങ്കിൽ കദ്ദു അല്ലേ? ഇങ്ങനെ പറയാം നമുക്ക്. അടുത്ത ചോദ്യം. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. റെഡി? അടുത്ത ചോദ്യം. മേ ഏക്ക് പൽ ഹൂ.
ഞാനൊരു ഫല്ലാകുന്നു. പക്കാ ഹോനെ സെ മേരാ രംഗ് ഹരാ സെ പീലാ ഹോത്താ ഹെ. പാകമാകുമ്പോൾ മേരാ രംഗ് ഹരാ, എൻ്റെ നിറം പച്ച, ഹരാ സെ പച്ചയിൽ നിന്നും, പീലാ ഹോത്താ ഹെ, പീലാ ഹോത്താ ഹെ മഞ്ഞയാകുന്നു. ഏതായിരിക്കും? ഫൽ. പറഞ്ഞു നോക്കൂ. ജൽദി സെ ബോലിയേ, ബത്തായിയേ. ഖേല. പിന്നെ ആരോ വേറൊന്നു പറഞ്ഞല്ലോ. ആം. അച്ഛാ ഹേ. ആമും ശരിയായ ഉത്തരാണ് അല്ലേ. അടുത്ത ചോദ്യം നിങ്ങൾ പറയണം അതിൻ്റെ ഉത്തരം. ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല, അർത്ഥം പറയില്ല. ഓക്കെ അല്ലേ? മേ ഏക് തർക്കാരി ഹൂ മേരാ രംഗ് നാരംഗി ഹേ. നാരംഗി ഓറഞ്ചാണ് അല്ലേ. നാരംഗി എന്ന കളറ് ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മേ ഏക് തർക്കാരി ഹൂ മേരാ രംഗ് നാരംഗി ഹേ. പറഞ്ഞു നോക്കൂ, എന്താണ് ഉത്തരം? കാജർ അല്ലേ, ക്യാരറ്റ്, കാജർ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂലേ? ഉണ്ടാക്കാൻ കഴിയൂലേ? ഇതുപോലെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. മേ ഏക് തർക്കാരി ഹൂ മേരാ രംഗ് ലാൽ ഹേ. ടമാട്ടറിനെ കുറിച്ച് നമുക്ക് പറയാലോ. ഇങ്ങനെ പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ച് നമുക്ക് ഉണ്ടാക്കാം. റെഡിയല്ലേ? ഓക്കെ. ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. ഒന്ന് നോക്കൂ. ഓക്കെ, കണ്ടല്ലോ. ഇത് വൃത്തിയായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഹായ് ബച്ചോ. ഒരുപാട് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പേരുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഉറുദുവിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പഴത്തെയോ പച്ചക്കറിയെയോ കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? പഴമാണോ? പഴം ഇഷ്ടം? ഏത് പഴം? പറഞ്ഞോളൂ. ഏതാ? ആരോ പറഞ്ഞല്ലോ, ആം. ആമിനെ കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? റെഡിയല്ലേ? ആം. ഹെഡിങ് നമ്മൾ എഴുതി ആം. പിന്നെ എൻ്റെ താഴെ എന്ത് ചെയ്തു? എല്ലാവരും പറഞ്ഞു ഏ ആം ഹേ. ആം ഏക്ക് പൽ ഹേ. അതും പറഞ്ഞു. ആം ഏക്ക് പൽ ഹേ. ആം കാ രംഗ്, ആം കാ രംഗ് പീലാ ഹേ. അതും പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് പറയാം? ഒന്ന് പറഞ്ഞോളൂ. ആം ഫൽ കാ രാജാ ഹേ. അതും പറഞ്ഞു. ആം ഫൽ കാ രാജാ ഹേ. ഇങ്ങനെ ഒരു 4-5 ജുംല ഏത് പഴത്തെക്കുറിച്ചും ഏത് പച്ചക്കറിയെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? കഴിയും അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പഴത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പച്ചക്കറിയെക്കുറിച്ചോ എഴുതി ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ബച്ചോ, ഇന്ന് 2 പ്രവർത്തന തന്നത്. ദോ സർഗർമിയാ ഹൈ. देखिए, കണ്ടോ? ചോദ്യം കണ്ടില്ലേ? बच्चों, टोकरी में कुछ फल और तरकारियाँ दिया गए हैं. नीचे दिए गए इशारे पढ़कर मुनासिब तरकारी और फल का नाम टोकरी से चुनकर लिखिए और पसंदीदा किसी तरकारी या फल के बारे में चंद जुमले लिखिए. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളുമാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് പേരുകൾ എഴുതുക. ഏതെങ്കിലും ഒരു പച്ചക്കറിയെയോ അല്ലെങ്കിൽ പഴത്തെയോ കുറിച്ച് കുറച്ച് സെൻറ്റൻസുകളും എഴുതുക. ഓക്കെ, എളുപ്പമല്ലേ? എളുപ്പത്തിൽ ചെയ്ത് നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.